ഇദ്ഗാമ് 3 വിധത്തിൽ വരും. ഇദ്ഗാമ് എന്ന് വെച്ചാൽ സുക്കൂനുള്ള ഒരക്ഷരത്തെ ഹർക്കത്തുള്ള മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്തുന്നതിനാണ് ഇദ്ഗാമ് എന്ന് പറയുക. സത്യത്തിൽ ഈ ന് പ്ലസ് ന ആണ് ന എന്ന് പറയുന്ന ഷദ്ദുള്ള നൂന്. അതായത് ആദ്യം ഒരു സുക്കൂനുള്ള നൂനും അതിലേക്ക് ഹർക്കത്തുള്ള ഫതഹുള്ള നൂനും ചേർത്തിയാൽ ന എന്നാവും. ന് എന്നതിലേക്ക് കസ്റുള്ള നൂനാണ് ചേർത്തുന്നതെങ്കിൽ നീ എന്നാകും. ഇനി അതിലേക്ക് ന് എന്നതിലേക്ക് ലമ്മുള്ള നൂനാണ് ചേർക്കുന്നതെങ്കിൽ നു എന്നാകും. നു. ഇതുപോലെ തന്നെ ഏതക്ഷരം എടുത്താലും ഫ് എന്നതുള്ളതിലേക്ക് ഹർക്കത്തുള്ള ഫായ ചേർക്കുമ്പോഴാണ് ഫ എന്നാകുന്നത്. അത് ഒന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഫ് പ്ലസ് ഫ ഒന്ന് വേഗതയിൽ പറഞ്ഞു നോക്കിയാൽ മനസ്സിലാകും. ഫ, ഫ് പ്ലസ് ഫ, ഫ, ഫ. അതാണ് ഈ ഫ എന്ന് പറയുന്നത്. സുക്കൂനുള്ള ലാമിലേക്ക് ഹർക്കത്തുള്ള ലാമ് ചേർത്താൽ ല് പ്ലസ് ല, ല, ല് പ്ലസ് ല, 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 ല. അങ്ങനെയാണ് ഈ ഷദ് വരുന്നത്. ഈ ചേർക്കുന്നതിനാണ് ഇദ്ഗാമ് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ അക്ഷരം സുക്കൂനായിട്ട് വന്നു, രണ്ടാം അക്ഷരം ഹർക്കത്തായിട്ട് വന്നു. ഈ ഒന്നാം അക്ഷരവും രണ്ടാം അക്ഷരവും ഈ ഇദ്ഗാമിൽ ഉണ്ടാകും. ഇനി ഏത് ഷദ്ദുള്ള അക്ഷരം കണ്ടാലും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 2 അക്ഷരമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇത് നമുക്ക് തിരിച്ചും പറയാം. ന എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ ന സമം ന് പ്ലസ് ന, നി സമം ന് പ്ലസ് നി, ല സമം ല് പ്ലസ് ല, ഫ സമം ഫ് പ്ലസ് ഫ, ബു സമം ബ് പ്ലസ് ബു, ഭു സമം ബ് പ്ലസ് ബു. ഇതിലെ ഒന്നാം അക്ഷരം എന്ന് പറയുന്നത് സുക്കൂനായിരിക്കും. രണ്ടാം അക്ഷരം ഹർക്കത്തുള്ളതായിരിക്കും. ഹർക്കത്ത് എന്നാൽ ഒന്നുകിൽ ഫതഹ് അല്ലെങ്കിൽ കസ്ർ അല്ലെങ്കിൽ ലൊമ്മ്. ഹർക്കത്തില്ലാത്തത് അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയുക. അപ്പോൾ ഒന്നാം അക്ഷരം ഹർക്കത്തില്ലാത്തതും രണ്ടാം അക്ഷരം ഹർക്കത്തുള്ളതും ആയിരിക്കും. ന് ഹർക്കത്തില്ലാത്തതാണ്. ഇതിൽ 1, 2 അക്ഷരങ്ങൾ ആണ് ഇനി മുതൽ പറയുക. ഒന്നാം അക്ഷരം ഇതായി വന്നു, രണ്ടാം അക്ഷരം മറ്റൊന്നായി വന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഒന്നാമത്തേത് ഈ സുക്കൂനുള്ള അക്ഷരമാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. രണ്ടാം അക്ഷരം ഹർക്കത്തുള്ള ഈ അക്ഷരത്തിനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ ഇദ്ഗാമിനെ 3 വിധത്തിലാക്കിയിട്ടുണ്ട്. മുത്തമാസിലൈനി, മുത്തജാനിസൈനി, മുത്തഖാരിബൈനി. ഇതിൽ ആദ്യത്തെ മുത്തമാസിലൈനി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഈ മുത്തമാസിലൈനി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് മുത്തജാനിസൈനിയും മുത്തഖാരിബൈനിയും മനസ്സിലാക്കാം. മുത്തമാസിലൈനി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മുത്തജാനിസൈനിയും മുത്തഖാരിബൈനിയും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ ഓതുമ്പോൾ ഇവകൾ പല സ്ഥലത്തും ഇങ്ങനെ കാണാം. അതുകൊണ്ട് അവ മനസ്സിലാക്കി വെക്കൽ ആവശ്യമാണ്.